ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കര സ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലാസ്തോത്രം അഥവാ മാലികാസ്തോത്രം രണ്ടാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നക്ഷത്രങ്ങളെപ്പോലെ 27 ശ്ലോകങ്ങൾ ചേർന്ന മാല. ഓരോ ശ്ലോകത്തിലും 4 പാദങ്ങളുള്ളതിൽ എല്ലാ പാദങ്ങളും തന്നെ നമഃശിവായ എന്നതിൽ അവസാനിക്കുന്നു. അപ്പോൾ അവിടെ അവസാനം നമ്മൾ ശ്രദ്ധിച്ചത് കാലഭീത വിപ്രബാല പാല എന്നും ശൂലഭിന്ന ദുഷ്ടദക്ഷഭാല എന്നും 2 സംബോധനകളാണ്. കാലനാൽ ഭയഭീതനായ ബാലനെ, വിപ്രബാലനെ പാലിച്ചവൻ, മാർക്കണ്ഡേയനെ കാലനിൽ നിന്ന് രക്ഷിച്ചവൻ. അതേ സമയത്ത് ശൂലഭിന്ന ദുഷ്ടദക്ഷഭാല, ദുഷ്ടനായ ദക്ഷൻ്റെ ഭാലദേശം ശൂലത്താൽ ഭേദിച്ചവൻ. ഈ 2 നാമങ്ങൾ ഒന്നിച്ചാണ്. ഒന്ന് ഭക്താഭയം എന്നുള്ളതാണ്. ഭക്തന്, സജ്ജനത്തിന് അഭയം കൊടുക്കുന്ന ഭഗവാൻ. മറ്റതാകട്ടെ ദുഷ്ടശിക്ഷണമാണ്. ദുഷ്ടശിക്ഷണം എന്ന് പറയുമ്പോൾ ദക്ഷൻ യാഗം നടത്തിയത് വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രമാണ്. വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാ യാഗങ്ങളിലും ഇന്നിന്ന ഹവിർഭാഗം ഇന്നിന്ന ദേവതകൾക്കെന്ന് വ്യവസ്ഥപ്പെടുത്തിയതാണ്. ഇപ്പം തൻ്റെ അഹങ്കാരം കൊണ്ട് ശിവനെ അപമാനിക്കാമെന്നുള്ള സങ്കല്പത്തോടു കൂടി യാഗം നടത്തുകയും ആ യാഗത്തിൽ ശിവനുള്ള ഭാഗം വയ്ക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അവിടെ വ്യക്തിപരമായി ശിവനെ അപമാനിച്ചു എന്നുള്ള വിഷയമല്ല. മാനാപമാനങ്ങൾ അവിടേക്കില്ല. എന്നാൽ വ്യവസ്ഥ നിലനിൽക്കണം. ആ വ്യവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് ശിവനുള്ള ഹവിർഭാഗം വയ്ക്കാതിരിക്കുകയും സതിയെ അപമാനിക്കുകയും ചെയ്തപ്പോൾ അനന്തരം സതി സ്വന്തം യോഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചപ്പോൾ അത്യന്ത ക്രുദ്ധനായ വീരഭദ്രസ്വാമി ദക്ഷൻ്റെ നെറ്റിത്തടം തൻ്റെ ശൂലത്താൽ അടിച്ചു പൊട്ടിച്ചു. അവിടെ വീരഭദ്രസ്വാമി ശിവഭഗവാൻ തന്നെയാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ക്രിയയെ ശിവനിലേക്ക് ചേർക്കുന്നത്. ഒരേ സമയത്ത് ശിഷ്ടരക്ഷണവും ദുഷ്ടശിക്ഷണവും രണ്ടും ചെയ്യുന്ന ഭഗവത് ഭാവത്തെയാണ് കാലഭേദ വിപ്രബാല പാലതേ നമ ശിവായ ശൂലഭിന്ന ദുഷ്ടദക്ഷഭാലതേ നമ ശിവായ ഈ 2 നാമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് മൂലകാരണായ കാലകാലതേ നമ ശിവായ പാലയാധുനാ ദയാലവാലതേ നമ ശിവായ. ഹേ കാലകാല സംബോധനയാണ്. ഹേ കാലകാല, കാലനും കാലനായവൻ, കാലനെപ്പോലും ഇല്ലാതാക്കുന്നവൻ, അഥവാ കാലം
ദേശകാലങ്ങളെ കൊണ്ടാണല്ലോ ഈ സംസാര പ്രതീതി മുഴുവൻ നിലനിൽക്കുന്നത്. എവിടെ ദേശം പറഞ്ഞോ അവിടെ കാലവും, എവിടെ കാലം പറഞ്ഞോ അവിടെ ദേശവും അന്തർഭവിക്കും. അപ്പം ദേശകാലങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന സംസാരഭ്രമത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നവൻ കാലകാലൻ. ഹേ കാലകാല തേ നമശിവായ, നിനക്കായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ള കാലകാലൻ? മൂലകാരണ സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. അവിടെ കാലഭീത വിപ്രബാലപാല എന്നും ശൂലഭിന്ന ദുഷ്ടദക്ഷപാല എന്നും കാലകാല എന്നും 3 സംബോധനകളാണ്. എന്നാൽ മൂലകാരണായ എന്നുള്ളത് ചതുർത്ഥിയിൽ ശിവായ എന്നുള്ളതിനോട് ചേർത്ത് പറയേണ്ടതാണ്. ഇപ്പം സർവപ്രപഞ്ചത്തിനും മൂലകാരണമായ സത്യസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. മൂലകാരണായ ശിവായ നമഃ. അങ്ങനെ സുന്ദര പദാവലികളെ കൊണ്ട് ഉള്ള കീർത്തനമാണ്. നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം. ഓം